ശംഖുമുഖത്തെ പത്മനാഭസ്വാമിയുടെ ആറാട്ട് മണ്ഡപം പാചകപ്പുരയാക്കിയ സംഭവത്തിൽ നടപടി. മണ്ഡപത്തിലെ പാചക സാധനങ്ങൾ നീക്കം ചെയ്തു. സ്ഥലത്തെ താൽക്കാലിക ശൗചാലയവും പൊളിച്ചു നീക്കി. ശംഖുമുഖം സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയാണ് മണ്ഡപവും പരിസരവും ശുദ്ധീകരിച്ചത്. ജനം TV വാർത്തയെ തുടർന്നായിരുന്നു നടപടി. ജനം ഇമ്പാക്ട്. കുടുംബശ്രീ മിഷൻ സംഘടിപ്പിച്ച തീരസംഗമം പരിപാടിയിലെ ഭക്ഷ്യമേളയ്ക്കായാണ് 16 കൽ ആറാട്ട് മണ്ഡപം പാചകപ്പുരയാക്കിയത്. ഭക്തർ പരിപാവനമായി കാണുന്ന ആറാട്ട് മണ്ഡപത്തിൽ മത്സ്യവും മാംസവും പാചകം ചെയ്ത് അവഹേളിച്ചത് ജനം TV വാർത്തയാക്കി. ഇതോടെ പ്രതിഷേധം ആർത്തിരമ്പി. ഒരു ആചാര ലംഘനമാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ ഒരു ആചാരത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു സ്ഥലത്ത് ഒരു അനുമതി പോലും വാങ്ങാതെ തീരസംഗമം എന്നുള്ളൊരു പേര് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇവിടെ മത്സ്യം അതോടൊപ്പം തന്നെ മാംസവും ഉപയോഗിക്കുന്നു, പാചകം ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ശൗചാലയം ഇതിനുള്ളിൽ പ്രവർത്തിക്കുകയാണ്. ഇത് തികച്ചും ഹിന്ദു വിശ്വാസ ആചാരങ്ങളുടെ ഒരു ലംഘനമാണ്. ഇത്രയും ഉയർന്ന വേലിയെല്ലാം കെട്ടിവെച്ച് 3 റൗണ്ടാണ് ഞാൻ കളഞ്ഞത്. പിന്നെ ഞാൻ ഇതുവഴി അകത്ത് കയറിയപ്പോഴാണ് അറിഞ്ഞത് പിന്നെ മറ്റേ ഈ ടോയ്ലറ്റ് എന്നും പറഞ്ഞ് പുതിയ സംവിധാനത്തിലുള്ള ടോയ്ലറ്റും സ്ഥാപിച്ച് അവിടെ പിന്നെ ബീഫ് കറി വെച്ചുകൊണ്ടാണ് നിന്നത്. തുടർന്ന് ശംഖുമുഖം സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മാംസം വിളമ്പി അശുദ്ധമാക്കിയ ആറാട്ട് മണ്ഡപവും താൽക്കാലിക ശൗചാലയവും നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചു. ഇതേ തുടർന്ന് മണ്ഡപം കഴുകി വൃത്തിയാക്കുകയും ശൗചാലയം പൊളിച്ചു നീക്കുകയും ചെയ്തു. ശംഖുമുഖം കടലും കടൽത്തീരവും പത്മനാഭസ്വാമിയുടെ ആറാട്ട് കടമെന്നാണ് സങ്കല്പം. വർഷത്തിൽ 2 തവണ നടക്കുന്ന ആറാട്ടുത്സവത്തിന് ഭഗവാനെ കുടിയിരുത്തുന്നത് പവിത്രമായ 16 കൽ മണ്ഡപത്തിലാണ്. ഈ മണ്ഡപമാണ് ഇന്ന് പിണറായി സർക്കാരിന്റെ ഭരണകൂടം മാംസം വിളമ്പി അശുദ്ധമാക്കിയത്. ആറാട്ട് മണ്ഡപവും പരിസരവും സംരക്ഷിച്ചു നിർത്തേണ്ട ഉത്തരവാദിത്തപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് ഈ ഗുരുതര വീഴ്ച. സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ഹൈന്ദവ സംഘടനകളും പ്രദേശവാസികളും രംഗത്തെത്തിയിട്ടുണ്ട്. ക്യാമറമാൻ രഞ്ജിത്ത് മോഹനൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത്, ജനം, തിരുവനന്തപുരം.